ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി 18. ഹൃദയ പ്രശ്നം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ അനുതപിച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടുതിരിവീൻ. നിങ്ങളുടെ സകല മ്ലേച്ഛ ബിംബങ്ങളിൽ നിന്ന് നിങ്ങളുടെ മുഖം തിരിപ്പീൻ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യം. ടിം, സഹോദരാ, താങ്കൾ അത് കാണുന്നുണ്ടോ? എൻ്റെ സുഹൃത്ത്, ഒരു ഖാനക്കാരൻ പാസ്റ്റർ, ഒരു മൺകുടിലിലേക്ക് ചാഞ്ഞു കിടക്കുന്ന കൊത്തിയെടുത്ത ഒരു വസ്തുവിലേക്ക് ടോർച്ച് തെളിച്ചു. നിശബ്ദമായി അദ്ദേഹം പറഞ്ഞു, അതാണ് ഗ്രാമ വിഗ്രഹം. എല്ലാ ചൊവ്വ വൈകുന്നേരവും പാസ്റ്റർ സാം കുട്ടിക്കാട്ടിലൂടെ ഈ വിദൂര ഗ്രാമത്തിൽ ബൈബിൾ പങ്കുവയ്ക്കാൻ പോകുമായിരുന്നു. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ വിഗ്രഹാരാധന യഹൂദയിലെ ജനങ്ങളെ എങ്ങനെ ബാധിച്ചുവെന്ന് നാം കാണുന്നു. യെരുശലേമിലെ നേതാക്കൾ എസെക്കിയേൽ പ്രവാചകനെ കാണാൻ വന്നപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യഹേതു തങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. തടിയിലും കല്ലിലും കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങൾക്കെതിരെ ദൈവം കേവലം അവർക്ക് മുന്നറിയിപ്പ് നൽകുകയല്ലായിരുന്നു. വിഗ്രഹാരാധന ഹൃദയത്തിൻ്റെ പ്രശ്നമാണെന്ന് അവൻ അവരെ കാണിക്കുകയായിരുന്നു. നാം എല്ലാവരും അതിനോട് പോരാടുന്നു. ബൈബിൾ അധ്യാപകനായ അലിസ്റ്റർ ബെഗ് വിഗ്രഹത്തെ വിവരിക്കുന്നത് ദൈവത്തെ അല്ലാതെ നമ്മുടെ സമാധാനത്തിനും നമ്മുടെ പ്രതിച്ഛായയ്ക്കും നമ്മുടെ സംതൃപ്തിക്കും അല്ലെങ്കിൽ നമ്മുടെ സ്വീകാര്യതയ്ക്കും അത്യന്താപേക്ഷിതമായി നാം കരുതുന്ന എന്തെങ്കിലും എന്നാണ്. കുലീനമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നമുക്ക് വിഗ്രഹങ്ങളായി മാറും. ജീവനുള്ള ദൈവത്തിൽ നിന്നല്ലാതെ മറ്റെന്തിൽ നിന്നും ആശ്വാസമോ ആത്മാഭിമാനമോ തേടുമ്പോൾ നാം വിഗ്രഹാരാധന ചെയ്യുന്നു. അനുതപിക്കുക. ദൈവം പറഞ്ഞു, നിങ്ങൾ അനുതപിച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടുതിരിവീൻ. നിങ്ങളുടെ സകല മ്ലേച്ഛ ബിംബങ്ങളിൽ നിന്ന് നിങ്ങളുടെ മുഖം തിരിപ്പീൻ. അത് സാധ്യമല്ലെന്ന് ഇസ്രായേൽ തെളിയിച്ചു. ഭാഗ്യവശാൽ ദൈവത്തിൻ്റെ പക്കൽ പരിഹാരമുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ 2ാം വരവും പരിശുദ്ധാത്മാവിൻ്റെ ദാനവും മുന്നിൽ കണ്ടുകൊണ്ട് അവൻ വാഗ്ദാനം ചെയ്തു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. നമുക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ചിന്തിക്കുക. സമ്മർദ്ദം താങ്കളെ അടിച്ചമർത്തുമ്പോൾ ആശ്വാസത്തിനായി താങ്കൾ എങ്ങോട്ടാണ് തിരിയുന്നത്? ദൈവത്തിന് മഹത്വം.